എന്നും വെറുതെ വീട്ടിൽ ഇരിക്കുന്ന എനിക്കിന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഒരു ആശുപത്രി കേസായിട്ട് പോവാണ്. വേറെ ആരുമല്ല, എൻ്റെ നാത്തൂൻ നമ്പർ 2-ന് പനി കൂടി ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പുള്ളിക്കാരിയും കണ്ട് ആളെ വീട്ടിലും ആക്കിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. നമുക്കിന്നൊരു കല്യാണമുണ്ട്. നമ്മുടെ നെയ്ബർ ചേച്ചിയുടെ കല്യാണമാണിന്ന്. ഇവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് എൻ്റെയും കല്യാണം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇമാജിൻ ചെയ്യായിരുന്നു, അയ്യോ എൻ്റെ കല്യാണം ഇവിടെ വെച്ചിട്ടാണല്ലോ എന്നൊക്കെ. എന്താ രസം. പിന്നെ നമ്മുടെ കൂടെ ജലദമ്മ ഉണ്ടായിരുന്നു, തുമ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ ഇടിച്ച് കയറി ചോറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. നമുക്കിന്ന് കരുനാഗപ്പള്ളി വരെ പോകണം. വൈദേഹിയുടെ ബർത്ത്ഡേ ആണ്. വൈദേഹിക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കണം. അങ്ങനെ നല്ലൊരു ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലൂടെ കയറിയിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മൈനാഗപ്പള്ളി വഴിയാണ് വന്നത്. അപ്പോൾ മൈനാഗപ്പള്ളി എത്തിയപ്പോൾ അവിടെ ഒരു ആളും ബഹളമൊക്കെ. ഇന്ന് ഇലക്ഷൻ്റെ കലാശക്കൊട്ടായിരുന്നു. തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ സൂചി കുത്താൻ പോലും ഇടമില്ല. പോലീസുകാരും വണ്ടിയും ആളും പാട്ടും പിന്നെ ഭയങ്കര സൗണ്ടും, വെറുതെയൊക്കെ കുറേ സൗണ്ടും, അങ്ങനെ കുറേ പരിപാടികളായിരുന്നു. പിന്നെ പോലീസുകാരിവിടെ തള്ളി പറഞ്ഞ് വിട്ടപ്പോഴത്തേനും കുറേ രാത്രിയായി. അങ്ങനെ ഞങ്ങൾ വരാനും താമസിച്ചു. വരുന്ന വഴിക്ക് മന്തിയൊക്കെ പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. തിരിച്ച് വരുമ്പോൾ നമ്മളവിടെ ഒരു പുതിയ കട കണ്ടു. ഇത് പുതിയതാണ്, ഇപ്പോൾ വന്നതേ ഉള്ളൂ. ലേഡീസിന് മാത്രമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. പിന്നെ മന്തി കഴിക്കാനുള്ള അതീവ ആഗ്രഹം കാരണം ബാക്കി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.